ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സുസ്മിത ഒരു മദാലസയെ പോലെ രോഹിത്തിൻ്റെ മുന്നിൽ ഒരു വല്ലാത്ത ചിരിയും ഒരു വല്ലാത്തൊരു അഭിനയമൊക്കെ കാണിച്ചുകൊണ്ട് രോഹിത്തിനിങ്ങനെ മദ്യം കൊടുക്കുവാണ്. അത് കണ്ടിട്ട് ഉപേന്ദ്രൻ പറയുക, ചെറുക്കൻ ചുടുചോറ് വാരി കഴിക്കാൻ തുടങ്ങി, ഇനിയാണ് നമ്മുടെ പ്രധാന അജണ്ട. ഉപേന്ദ്ര, ശാലിനി, വിഷ്ണു, സത്യഭാമ എന്നീ നമ്മുടെ ശത്രുക്കളുടെ മുന്നിലോട്ട് രോഹിത്തിനെ ഒരു യോദ്ധാവിനെ പോലെ പടച്ചട്ട അണിയിച്ച് നമ്മളങ്ങോട്ട് ഇറക്കും. അവൻ്റെ പടച്ചട്ടയ്ക്കുള്ളിൽ അവനെ തന്നെ കൊല്ലുന്ന ആയുധമുണ്ടെന്ന് അവൻ അറിയാതെ പുതിയ യുദ്ധത്തിന് നമ്മൾ തിരികൊളുത്തും. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എല്ലാം രോഹിത്ത്, എന്നാൽ അതിൻ്റെ പങ്കുപറ്റി ലാഭം കൊയ്യുന്നതോ നമ്മളും. ADM ജോൺ പറയുന്നു, അപ്പോഴവനെ അറക്കാൻ പാകപ്പെടുത്തി കൊണ്ടുവരുന്ന മാടാണല്ലേ. ഉപേന്ദ്രൻ പറയുക, പിന്നെ എന്ത് കരുതി, കുപ്പത്തൊട്ടി കിടന്നത് മാണിക്യമാണെന്ന് കരുതി ഷോക്കേസ് വെക്കാൻ പറ്റുമോ? കുപ്പത്തൊട്ടി കിടന്ന അവനെ തിരിച്ചെത്തിക്കേണ്ടതും അവിടെ തന്നെയാണ്. ചന്ദ്രബോസ് പറയുക, ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും ഇവൻ്റെ പേരിലായിരിക്കണം. നമ്മൾ വെറും പാർട്ട്നേഴ്സ് മാത്രം. ഒരന്വേഷണം വന്നാൽ ആജീവനാന്ത കാലം വരെ അവൻ അകത്ത് കിടക്കേണ്ടവന്. അതുകൊണ്ട് അവൻ കുറച്ച് നന്നായി അങ്ങോട്ട് സന്തോഷിക്കട്ടെ. അവനിപ്പോഴേ നമ്മുടെ മോഹന വലയത്തിലാണ്. ആ വല പൊട്ടിച്ച് അവൻ പുറത്ത് കടക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വമേ സുസ്മിതയ്ക്കാണ്. ഉപേന്ദ്രൻ ഉടനെ ഒരു സംശയം, പഴയ പ്രണയതാരങ്ങളാ, ഇനി ഇവർക്കിടയിൽ പുതിയ പ്രണയം വല്ലതും തുടങ്ങിയാലേ എല്ലാ പദ്ധതികളും പൊളിയും. എടോ ഉപേന്ദ്ര, തനിക്ക് സുസ്മിതയെ അറിയില്ല. രോഹിത്തിനെ മേയ്ക്കുന്നത് മാൻകുട്ടിയല്ല, സിംഹവാ. തനിക്ക് മനസ്സിലായോ അത്? അവൾ അവനെ മെരുക്കിയെടുത്തോളും. സുസ്മിതയാണെങ്കിൽ രോഹിത്തിനിങ്ങനെ ചിരിച്ച് മദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ്. ചന്ദ്രബോസ് ഉടനെ പറയുക, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ, ഇനി നമുക്ക് പുതിയ ബിസിനസ്സെ കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സേ അങ്ങ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ അങ്ങ് കപ്പൽ മാർഗം മലേഷ്യ വരെ അങ്ങ് തുടർന്നാലും അതിശയം പറയാനില്ല. നമ്മുടെ പ്രധാന പാർട്ട്ണർ ഉപേന്ദ്രനില്ലേ, അതിനുള്ള നീക്കുപോക്കുകളൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഒരു തേരാളി വേണം. മുന്നിൽ നിന്ന് പടനയിക്കാൻ നല്ല ഒരു പോരാളിയെ പോലെ. എല്ലാം ഒത്തണങ്ങിയ ഒരു തേരാളി. അത് മറ്റാരും അല്ലടാ രോഹിത്തെ, നീ തന്നെ. അവരുടെ വഞ്ചന മനസ്സിലാക്കാതെ ആ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് രോഹിത്ത് അങ്ങ് സന്തോഷിക്കുവാണ്. നല്ല ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഇവൻ്റെത്. ആ ഭാഗ്യം നമ്മുടെ ബിസിനസ്സിനും ഉണ്ടാകട്ടോ. പിന്നെ ഈ ബിസിനസ്സിൻ്റെ ലാഭവീതം കറക്റ്റായിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇവൻ എത്തിക്കുകയും ചെയ്യും. കാരണം എന്താണെന്നറിയോ, കണക്കിലും ഇവൻ പുലിയാ. സുസ്മിത കുറച്ച് മദ്യവും കൂടെ രോഹിത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുക, രോഹിത്തെ, നീ ഞങ്ങളുടെ കൂടെ കൂടിയപ്പോൾ ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നു. കുന്നിക്കുരുവോളം ആഗ്രഹമാണ് നീ വെച്ചെങ്കിൽ ഞങ്ങളൊരു കുന്നോളം കൊടുത്ത ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. നിന്നെ അവഗണിച്ചവരുടെ മുന്നിൽ എതിർത്ത് നിന്ന് പോരാടാൻ കൃത്യമായ ഒരു സ്പേസ് അത് നിനക്ക് ഞാൻ ഒപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് ആ വീട് ഞാൻ നിന്റെ പേരിൽ വാങ്ങിത്തന്നു. ഈ ബിസിനസ്സിൻ്റെ തലപ്പത്തൂടെ നീ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. അധികാരവും പവറും പണവും നിന്റെ കയ്യിലോട്ട് വന്നു കഴിയുമ്പോൾ നീ ആദ്യം നിന്റെ അമ്മയെ കൊന്നവരോട് കണക്ക് തീർക്കുകയാണ് വേണ്ടത്. നിന്റെ അമ്മയുടെ മരണം പോലെ ഒരു കാർ ആക്സിഡൻറ്റിൽ സത്യഭാമയുടെ തലയും ചിതറിത്തെറിക്കണം. അത് ചെയ്യേണ്ടതൊരു മകൻ്റെ കടമയാണ്. നീ അത് ചെയ്തിരിക്കണം. സുസ്മിതയുടെ ആ വാക്ക് കേട്ടിട്ട് രോഹിത്തുടനെ പറയുക, എല്ലാ പകയും എൻ്റെ മനസ്സിലുണ്ട്. ഒന്നും ആറി തണുപ്പിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ സമ്മതിക്കത്തില്ല. എന്നോട് ചെയ്ത ഓരോ ചതികൾക്കും എണ്ണി പകരം ചോദിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതിനായി എനിക്കിവിടെ പലരെയും കൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് കൂടെ കൂട്ടുന്നതല്ല, സ്നേഹിച്ചുകൊണ്ട് കഴുത്തറക്കാൻ വേണ്ടി കൂടെ കൂട്ടുന്നതാണ്. രോഹിത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ശാലിനി ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും കളക്ടറായിട്ട് ചാർജ് എടുക്കുവാണ്. ശാലിനിയെ സ്വീകരിക്കാനായിട്ട് പൂച്ചെണ്ടുമാൻ നിൽക്കുന്ന ADM ജോണിനെ ശാലിനി ഒന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടം അത്ര പന്തിയല്ലെന്ന് ADMനും മനസ്സിലാകുന്നുണ്ട്. ഞാൻ ജോൺ എബ്രഹാം. മേഡം ലീവിലായിരുന്നപ്പോൾ എനിക്കായിരുന്നു ചാർജ്. എൻ്റെ കുറവറിയിക്കാതെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് അനു എന്നോട് പറഞ്ഞു. എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തൊപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ജോലികൾ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മേഡത്തിൻ്റെ ഈ തിരിച്ചുവരവ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം മേഡം എന്നിങ്ങനെ ജോൺ പറയുമ്പോൾ വീണ്ടും ശാലിനി തറപ്പിച്ച് ജോണിനെ ഇങ്ങനെ നോക്കിയിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. ശാലിനി ജോണിനെ വിളിച്ചിട്ട് പറയുന്നു, ജോൺ, നിങ്ങളൊരു മനോഹരമായ കോർഡിനേറ്റീവ് തന്നെയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു മേഡം. രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ആയിരുന്നു ജോണിന് ചേരുന്നത്. എങ്കിലിതിൽ കൂടുതൽ ശോഭിക്കാമായിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് പറയുമ്പോൾ, നിക്ക് ഒരു മിനിറ്റ് കൂടി എന്നും പറഞ്ഞ് അനു കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൻ്റെ ഫയലിംഗ് എടുത്തേ.
ADM എൻ്റെ ഉള്ളിലൊരു കത്തൽ തുടങ്ങി. ദൈവമേ, എന്തൊക്കെയാണോ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്? ലേലത്തിൻ്റെ പിന്നിൽ എൻ്റെയും കൂടെ കൂട്ടു ബിസിനസ് ഉണ്ടെന്നുള്ളത് ഈ മേഡം അറിഞ്ഞു കാണുമോ? അതോ എൻ്റെ ഈ കേസിലെ ഇൻവോൾവ്മെൻറ്റ് നീ ആരെങ്കിലും അറിയിച്ചു കാണുമോ? ഫയല് പരിശോധിച്ചിട്ട് ശാലിനി പറയുന്നു, ജോൺ അവിടെ ഇരിക്കേ. സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ബൾക്കായിട്ട് വന്നു നേരേണ്ട ലേലത്തുക എന്തുകൊണ്ടാണ് അത്ര ചെറുതായ ഒരു എമൗണ്ടിൽ ഉറപ്പിക്കേണ്ടി വന്നത്? അത് മേഡം, സർക്കാരിൻ്റെ ലേലമല്ലായിരുന്നോ? അതുകൊണ്ട് ബഹുജന പങ്കാളിത്തം കുറവായിരുന്നോ അതോ കുറവാക്കിയതോ? മേഡം എന്തോ മനസ്സിൽ വെച്ചോണ്ട് സംസാരിക്കുവാണെന്ന് തോന്നുന്നല്ലോ. എൻ്റെ മനസ്സിലെ സംശയം ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഞാനൊരു പേഴ്സണൽ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ACP ചന്ദ്രബോസും മുൻ മേയർ സുസ്മിതയൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലാണല്ലേ? മേഡം, അത് സൗഹൃദമാണെന്ന് ചോദിച്ചാൽ നല്ല സൗഹൃദമാണ്. അതുമാത്രമല്ല, ജോണിൻ്റെ ഒരു കസിൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ACP ചന്ദ്രബോസിൻ്റെ റിലേറ്റീവ് ആണ് അല്ലേ? ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന് പറഞ്ഞ് അന്നൊരു വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഓർമ്മയുണ്ടോ? അങ്ങനെ ഓരോരോ കാര്യങ്ങളും ശാലിനി അങ്ങോട്ട് എണ്ണിപ്പെറുക്കി ജോണിനോട് ചോദിക്കുവാണ്. ജോൺ ആകെ ഉത്തരം മുട്ടി നിന്ന് വിയർക്കുന്നുണ്ട്. ദൈവമേ, എൻ്റെ അസ്ഥിവാരം വരെ തോണ്ടി പരിശോധിച്ചിട്ടാണല്ലോ ഇവർ വന്നിരിക്കുന്നത്. ഇനി എന്തുത്തരവാണ് ഞാൻ പറയേണ്ടത്? അന്ന് ഒട്ടും പ്രശസ്തനല്ലാത്ത ജോൺ എബ്രഹാമും എൻ്റെ ശ്രദ്ധയിൽപ്പെടാമെങ്കിൽ അതൊരു നാടറിയേണ്ട VIP തന്നെയാണ്. എനിവേ, എൻ്റെ അഭാവത്തിൽ എൻ്റെ ജോലിഭാരം വളരെ കൃത്യമായി നോക്കി നിർവഹിച്ചു തന്നതിന് ഒരുപാട് നന്ദി. എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ശാലിനി വന്നിരിക്കുന്നത്. ജോണിന് നല്ലതുപോലെ മനസ്സിലായി. ശാലിനി പറയുന്നുണ്ട്, എന്നാൽ ജോണിനി പൊയ്ക്കോ. അനു പറയാ, മേഡം, സംഗതി കത്തിയിട്ടുണ്ട്, ഇതിപ്പം തന്നെ പോകേണ്ടടുത്തോട്ട് പോകും എന്ന് പറഞ്ഞതുമല്ല, ജോൺ പുറത്തുപോയി നിന്നുകൊണ്ട് സുസ്മിതയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. സുസ്മിത പറയുക, അപ്പോൾ അവൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ്. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല. ഈ കസേരയിൽ അവരിനി അധിക ദിവസം ഇരുന്നാൽ നമ്മുടെ എല്ലാ പരിപാടികളും പൊളിയും. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കൊരു കൂച്ചുവിലം കിടക്കണം. എത്ര ശ്രമിച്ചാലും പൊട്ടിച്ച് പുറത്തു ചാടാൻ പറ്റാത്ത അത്രയ്ക്ക് ബലമുള്ള ഒരു പൂട്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കൊട്ടാരം ഉണ്ടല്ലോ, അത് ചീട്ട് കൊട്ടാരം പോലെ ഇടിഞ്ഞ് താഴെ വീഴും. ഈ സ്ഥാനത്തു നിന്നും അവരെ കുറച്ച് നാളത്തേക്ക് മാറ്റി ഇരുത്തിയേ പറ്റൂ. എന്തായാലും അവളിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളു ജോണേ. ആ കസേരയിൽ അവളെ അമർന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ അതിൽ നിന്ന് പൊക്കാനുള്ള വഴി തെളിഞ്ഞു വരും. ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും. കാരണം ഇത് നമ്മളുടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ കാര്യമാണ്. കോടികൾ വെള്ളത്തിലാകുന്ന കളി. അതിനെന്തായാലും ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കും. സാറ് ധൈര്യമായിട്ടിരിക്കും. ജോൺ ഇതെല്ലാം സുസ്മിതയോട് സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശാലിനിയുടെ ഡ്രൈവർ അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നതാണ്. നൂർജഹാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി. പല രീതിക്ക് നോക്കിയിട്ടും അവിടെ സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ദാ വരുന്നു നമ്മുടെ വിഷ്ണു. നൂർജഹാൻ വിഷ്ണുവിനോട് പറയാ, വിഷ്ണുവേട്ടാ, എൻ്റെ വണ്ടി പ്രോബ്ലമായി, എന്നെ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടാക്കണം. അയ്യോ, അതാരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് വിചാരിച്ചെങ്കിലോ? എന്ത് വിചാരിക്കാനാ വിഷ്ണുവേട്ടാ? വിഷ്ണുവേട്ടൻ എൻ്റെ ആങ്ങളെയല്ലേ. അങ്ങനെ വിഷ്ണു നൂർജഹാനെയും കൊണ്ട് ബൈക്കിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ് വന്നവിടെ മുന്നിൽ നിർത്തുവാണ്. അതിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുക, നീ ആരാടാ? അത് ചോദിക്കാൻ നീ ആരാടാ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോഴേ അവൻ പറയുന്നു, അത് ഞാൻ ആരാണെന്ന് ഇവളോട് ചോദിക്കുക. അവൾ പറയും, വിഷ്ണുവേട്ടാ, ഇത് നസീർക്ക, എൻ്റെ മാമിയുടെ മോനാ. അതുമാത്രമാണോ നൂറേ നമ്മൾ തമ്മിലുള്ള ബന്ധം? അതുകൂടി പറ. എന്തായാലും നിന്നെ കൊണ്ടു നടക്കുന്നതല്ലേ, അതുകൂടെ നീ അങ്ങ് പറ. അത് കേട്ടപ്പോൾ വിഷ്ണുവിന് ദേഷ്യം വന്ന്, ഡേ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഈ കുട്ടിയെ എൻ്റെ സഹോദരിയെ പോലെ കണ്ടിട്ടാണ് ഞാൻ ലിഫ്റ്റ് കൊടുത്തത്. അതല്ലെങ്കിലും അങ്ങനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും പിന്നെ സഹോദരിയും സഹോദരന്മാരുമാ. എന്നാലേ ഈ പെങ്ങളും ആങ്ങളെയും കേൾക്കാൻ വേണ്ടി പറയുക, എന്ത് സഹോദര ബന്ധമായാലും ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എൻ്റെ മാമയോട് പറഞ്ഞാൽ അറിയാമല്ലോ, വെറുതെ നിൻ്റെ ഇറച്ചിക്ക് മണ്ണ് പറ്റിക്കണ്ട എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കൊളറെ കയറി പിടിക്കുവാണ്. നസീർക്ക, എന്തൊക്കെയായി പറയുന്നത്? ഇത് നമ്മുടെ പഴയ വീട്ടിലെ താമസിക്കാൻ വന്ന പുതിയ വീട്ടുകാരാ. ഇത് വിഷ്ണുവേട്ടൻ, എൻ്റെ ഏട്ടനെ പോലെ കരുതുന്ന ആളാ. ബാപ്പിച്ചിയുടെ ലോറിയാ വിഷ്ണുവേട്ടൻ ഓടിക്കുന്നത്. എൻ്റെ വണ്ടി വഴിയിൽ വെച്ച് കേടായപ്പോൾ ഞാൻ കൈ കാണിച്ച് കയറി പോന്നതാ. ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ അങ്ങോട്ട് വിശ്വസിക്കുന്നത്. നീ പോയി കാറിൽ പോയിരിക്കടി എന്നും പറഞ്ഞ് നൂർജഹാനെ പിടിച്ചൊരു ഒറ്റ തെള്ള്. അവൾ വീഴുന്ന പോലായിട്ട് പെട്ടെന്ന് അങ്ങ് പോയി കാറിൽ കയറുവാണ്. വിഷ്ണുവിനത് വല്ലാത്ത സങ്കടമായി തോന്നി. വിഷ്ണുവിനോട് അവൻ പറയുക, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാവള്. നീ എൻ്റെ മാമാൻ്റെ ലോറി ഓടിക്കുന്ന ആളല്ലേ, ലോറി മാത്രം നീ ഓടിച്ചാൽ മതി, കേട്ടോടാ എന്ന് വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവനങ്ങ് പോയി. രോഹിത്തും ശ്യാമയും കൂടെ കാണുവാണ്. ശ്യാമ ചോദിക്കുന്നു, രോഹിത് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ശ്യാമേ, നിനക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മറക്കാനും പൊറുക്കാനും തിരുത്താനും ഉള്ളതാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്നവനാ ഞാനും.
അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അത് നിന്നോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പുതിയ ജീവിതമോ രോഹിത്തെ? നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളു ശ്യാമേ, അതും വിരലിൽ എണ്ണി തീർക്കാവുന്ന അത്ര ആയുസ്സും. അതിങ്ങനെ വഴക്കും ബഹളമായിട്ട് നഷ്ടപ്പെടുത്തി പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ ജീവിതങ്ങളാണ്. അതെങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതിനേക്കാളും നല്ലത് ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ? ഇതിപ്പോൾ എനിക്കും നിനക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതിലെ പോരായ്മകളൊക്കെ പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പാവം ശ്യാമ പറയുക, ഈ പറയുന്നത് എനിക്കറിയാവുന്ന രോഹിത് തന്നെയാണോ, അതോ ഇനി എന്നെ വെറുതെ പറഞ്ഞ് മോഹിപ്പിക്കുന്നതാണോ? ഒരുപാട് വീഴ്ചകൾ വീഴുന്നതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് കണ്ടാലും പേടിയാ. എനിക്കിപ്പോൾ നിന്നോട് ഒരു ദേഷ്യമില്ല ശ്യാമേ, പഴയ ഇഷ്ടത്തിനകത്ത് ഒരു കുറവും സംഭവിച്ചിട്ടുമില്ല. അകന്ന് നിൽക്കുമ്പോൾ തന്നെ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ. എനിക്ക് എൻ്റെ രോഗത്തിന് വിശ്വാസമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ താമസിക്കുന്ന സത്യാമ്മയുടെ വീടും അത് ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളും എല്ലാം ഇപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലാണ്. സത്യാമ്മയുടെ ബുദ്ധിമോശം കൊണ്ട് കൈവിട്ടു പോയ മുതൽ, എൻ്റെ ബുദ്ധികൂർമ്മത കൊണ്ട് ഞാൻ സ്വന്തമാക്കിയ മുതൽ, അവിടെ ഇപ്പോൾ ഞാൻ രാജാവായിട്ട് വാഴുമ്പോൾ നിന്നെ എൻ്റെ പട്ടമഹിഷിയായി വാഴിക്കാനാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കുന്നത്. നിനക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനം പറയണം. പാവം എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുവാണ്. രോഹിത്തിൻ്റെ ഈ മാറ്റം ശരിയാണോ അതോ വഞ്ചനയാണോ, എന്ത് ഉത്തരവാണ് പറയേണ്ടത് എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ രോഹിത് ചോദിക്കുക, എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്ന് ആലോചിക്കണം. ശരി, ആയിക്കോട്ടെ, പക്ഷേ എനിക്കൊരു പുതിയ പട്ടമഹിഷിയെ തീരുമാനിക്കാനുള്ള അവകാശം അത് നീ എനിക്ക് തന്നിട്ടേ ഇവിടുന്ന് പോകാവൂ. രോഹിത്തപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് രോഹിത്തിൻ്റെ ജീവിതത്തിലേക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജീവിക്കണം. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ. നിന്റെ സമ്മതം അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും. നിന്റെ വീട്ടുകാരുടെ സമ്മതം എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ എനിക്കറിയേണ്ട യെസ് ഓർ നോ ഇപ്പം തന്നെ നീ പറയണം. ഇനിയൊരു പക്ഷേ നമ്മൾ കണ്ടെന്നും വരില്ല എന്നും പറഞ്ഞ് രോഹിത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമ അവൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറയുന്നു, ഞാൻ വരാം രോഹിത്തെ, പക്ഷേ ഒരു കണ്ടീഷൻ. നീ എല്ലാം ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരാൻ തയ്യാറാവുമ്പോൾ പപ്പിമോളും നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം. രോഹിത്തെ, അത് പപ്പിമോളെ എന്ന് ശ്യാമയ്ക്ക് അങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. രോഹിത്ത് എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ ലൈഫാണെന്ന് ചിന്തിക്കുന്ന നിന്റെ കുഞ്ഞേച്ചിയുടെ സന്തോഷമാണ് നിന്റെ സന്തോഷമെന്ന് വിശ്വസിക്കുന്ന വിഷ്ണുവും എൻ്റെ ഈ കണ്ടീഷൻ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് എൻ്റെ കൂടെ ഒരു ലൈഫ് ഉണ്ടാകത്തുള്ളൂ. രോഹിത്തെ, ഇത് പിടിവാശിയാ. പിടിവാശി തന്നെയാ. ഇത്രയും നാളും ഞാൻ എൻ്റെ മോളെ പോലെ ലാളിച്ച് വളർത്തിയതല്ലേ. ഇനി അങ്ങോട്ടും അവൾ എൻ്റെ ഒപ്പം നിന്ന് വളർന്നാൽ മതി. സ്വന്തം മകളെ മറ്റുള്ളവർ വളർത്തുന്നത് നോക്കി നിൽക്കാനുള്ള ഭാഗ്യമേ വിഷ്ണുവിനും ശാലിനിക്കും ഉണ്ടാകാവുള്ളൂ. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? നിനക്കിനി ഞാൻ 2 ദിവസം തരും. ഇതിനകം വച്ച് നീ ആലോചിക്കാനും പ്രവർത്തിക്കാനും എല്ലാത്തിനും നിനക്ക് കഴിഞ്ഞോണം. പിന്നെ അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും എന്നും പറഞ്ഞ് രോഹിത് അങ്ങ് പോവുകയാണ്. സത്യാമ്മയും രാഘവേട്ടനും താമസിക്കുന്ന വാടക വീട്ടിലോട്ട് ഉപേന്ദ്രൻ വരുന്നുണ്ട്. ചേട്ടാ അവൻ വാതക കടന്ന് വിളിച്ചു പോകുമ്പം രാഘവേട്ടനും സത്യഭാമയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടത്തിയും വരുന്നുണ്ടല്ലോ. നിങ്ങൾ ഇരുമെയ്യും ഒരു ഹൃദയമാണെന്ന് പറയുന്ന എത്രയോ സത്യം. നിങ്ങളെ തങ്ങൾ വേർപിരിക്കാൻ നോക്കിയ ഞാനാണ് മണ്ടൻ. ഇപ്പോഴും നിങ്ങളെനിക്ക് ശ്രീരാമചന്ദ്രനും സീതാദേവിയുമാണ്. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? കൂടപ്പിറപ്പായി പോയില്ലേ ചേട്ടാ, തിരക്കാതിരിക്കാൻ പറ്റുമോ? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പച്ച പിടിച്ചോ കാട് പിടിച്ചോ ഇനി ദുഃഖം സഹിക്കാൻ വയ്യാതെ രണ്ടുപേരുടെ തൊലഞ്ഞു പോയോ എന്നൊക്കെയൊന്ന് നോക്കണ്ടേ? ഇതൊക്കെ ഒരു അനിയൻ്റെ കടമയല്ലേ ചേട്ടാ? അനിയൻ, ആ വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാവോടാ? സത്യാമ്മ കലികൊണ്ട് തുള്ളുവാണ്. കൂടപ്പിറപ്പെന്നൊരു വാക്കുപോലും നിന്റെ ആ ദൂഷിച്ച നാവിക്കൊണ്ട് ഇനി പറയരുത്. കാരണം ആ വാക്കിനെ ഒരുപാട് ബന്ധങ്ങളുടെ വില വരുന്ന ഒരു വാക്കാത്. അത് നിന്നെപ്പോലുള്ള ചണ്ടാളൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ മഹത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും. ചേട്ടത്തി എന്നോട് അങ്ങനെ ഒന്നും പറയരുത്. ചേട്ടത്തി എനിക്ക് സീതാദേവിയെ പോലെയാണ്. ലക്ഷ്മണനോട് സീതാദേവി എപ്പോഴെങ്കിലും ഇങ്ങനെ കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇനി ഒരക്ഷരം മിണ്ടിപ്പോലെ ഇറങ്ങിപ്പോടാ എൻ്റെ പടിക്കൊന്ന്. എൻ്റെ പടിയോ? ഏത് പടി? നിങ്ങളുടെ പടിയൊക്കെ ഇന്ന് എൻ്റെ സ്വന്തമാണ്. സഹികെട്ട് രാഘവേട്ടൻ പറയാ, ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. സകല ക്ഷമയും നഷ്ടപ്പെട്ട് നിൽക്കുക ഞാനിപ്പോൾ. ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? വീട്ടിൽ വരുന്ന ഒരാളിനോട്, അതും അനിയനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? വിളിച്ചു കയറ്റിയിരുത്തി ചായ കുടിക്കുന്നോ പലഹാരം തിന്നുന്നോ എന്നൊക്കെ ചോദിക്കണ്ടേ? ആതിഥ്യ മര്യാദ പോലും എൻ്റെ ചേട്ടൻ മറന്നുപോയോ? സത്യാമ്മയെ നോക്കി കളിയാക്കിയിട്ട് പറയുന്നു, പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ട് അഷ്ടിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ?
മൊത്തത്തിൽ ഞാൻ എല്ലാം ഇങ്ങ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലയോ? വീടെടുക്കുമ്പോൾ വീട്ടുകാർ ഫ്രീ എന്നൊരു ഓഫർ ഞാൻ വെച്ചിരുന്നതല്ലയോ? അന്നത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചേട്ടനും ചേട്ടത്തിക്കും എന്നോടൊപ്പം കഴിയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ കലി കൊണ്ടിട്ട് എടാ ദ്രോഹിയെന്നും പറഞ്ഞ് അടിക്കാൻ ചെല്ലുമ്പോൾ സത്യഭാമയുടെ കൈക്ക് കയറി പിടിച്ച് കൈ ഒടിക്കുന്ന പോലെ മുറുക്കുവാണ്. വിടറ അവളെന്നും പറഞ്ഞ് രാഘവേട്ടൻ അവനെ അടിക്കാൻ ചെല്ലുമ്പോൾ അവൻ രാഘവേട്ടനെ പിടിച്ചൊരൊറ്റ തെള്ള്. രാഘവേട്ടൻ തലയടിച്ചവിടങ്ങ് വീഴുവാണ്. രാജാവും രാജ്ഞിയും പോലെ ഭരണം നടത്തിയിരുന്ന ആ വീടുണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ കയ്യിലാണ്. നിൻ്റെയൊക്കെ അവസ്ഥ എന്താ? അച്ചപ്പവും കുഴലപ്പവും വിറ്റ് നടക്കേണ്ട അവസ്ഥ. ഇതൊക്കെ കണ്ട് ശരിക്കും ഞാൻ എൻ്റെ നല്ല കാലം ആസ്വദിക്കുക. അതിന് വഴി തുറന്നു തന്നതേ എൻ്റെ ഈ ചേട്ടത്തിയാ. സത്യഭാമയെ നോക്കിയിട്ട് പറയുക, നിന്നെ ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ച ആ ഇഷ്ടം എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തടത്തോളം കാലം നിന്നെ വിടാതെ ഞാനിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് കേട്ടിട്ട് രാഘവേട്ടൻ കാലുപൊക്കി അവൻ്റെ നാവിക്കൊരു തൊഴി. രാഘവേട്ടൻ്റെ കഴുത്തിന് കയറി പിടിച്ചവൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ രാഘവേട്ടനും അവൻ്റെ കഴുത്തിന് പിടിച്ചങ്ങോട്ട് അമക്കുവാണ്. സകല ശക്തിയും എടുത്ത് രാഘവേട്ടൻ ഉപേന്ദ്രൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. നിന്നെ കൊല്ലുവടാ, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലടാ എന്നും പറഞ്ഞ് രാഘവേട്ടൻ പിടിച്ച് ഞെക്കുമ്പോൾ സത്യാമ്മ പിടിച്ച് രാഘവേട്ടനെ മാറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ ഇനിയും ഞാൻ വരും എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട്. ശ്യാമ നോക്കുമ്പോൾ രോഹിത്തും സുസ്മിതയും കൂടെ വിവാഹം കഴിക്കുന്നു. അതുകൊണ്ട് രോഹിത്തേ എന്നും പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ടങ്ങ് എഴുന്നേക്കുവാണ്. ശ്യാമയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് ശാരദാമ്മയും ശാലിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടമ്മേ, ആർക്കൊക്കെ എന്തൊക്കെയോ ദോഷം വരാൻ പോകുന്ന പോലെ. ശാലിനി ഉടനെ പറയുവാണ്, എനിക്കും അറിയില്ലമ്മേ, എൻ്റെ മനസ്സിലും അങ്ങനൊരു അസ്വസ്ഥത, എൻ്റെ ശരീരമൊക്കെ വല്ലാതെ തളർന്നു, എന്തോ ഒരു ദോഷം, എന്തോ നമുക്ക് ആർക്കൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്നുള്ളൊരു ഭീതി. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്ത് ശ്യാമയും പപ്പിമോളെയും വിളിക്കുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടി ആയിരിക്കില്ല. എങ്ങനെയും പപ്പിമോളെ ദ്രോഹിച്ച് ശാലിനിയെയും വിഷ്ണുവിനെയും സങ്കടപ്പെടുത്തണം, അല്ലെങ്കിൽ ശ്യാമയെ ഉപദ്രവിച്ച് എല്ലാവർക്കും സങ്കടം കൊടുക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ രോഹിത്ത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.